പഞ്ചാബിൽ പീഡനക്കേസിൽ പ്രതിയായ MLA പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. ആം ആദ്മി പാർട്ടി MLA ഹർമ്രീത് പത്താൻ മറാജയാണ് ചാടിപ്പോയത്. പോലീസിനു നേരെ കൂട്ടാളികൾ വെടിയുതിർക്കുകയായിരുന്നു. അജീഷ് ജയകുമാർ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ജനപ്രതിനിധിയാണ്, അധികാരമാണോ ഉപയോഗിച്ചത്? സ്മിത, ഈ സിനിമയിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള രക്ഷപ്പെടുത്തൽ ചാടിപ്പോകുന്നതിലൊക്കെ കണ്ടിട്ടുള്ളൂ. അത്തരത്തിലായിരുന്നു പഞ്ചാബിൽ ഇന്ന് നടന്നത്. അതായത് അവിടുത്തെ സനോറിൽ നിന്നുള്ള MLA ആണ് ഹർമൻപ്രീത് പത്താൻ മജ്ര എന്ന് പറയുന്ന ആള്. ഇയാൾ 2022 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് MLA ആയി. ഇയാൾക്കെതിരെ ഒരു പീഡന കേസ് ഉണ്ടായിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഇയാൾ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തത് പോലീസ്. ഈ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കസ്റ്റഡിയിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ പോലീസിന് നേർക്ക് ഇയാളുടെ കൂട്ടാളികൾ വെടിവെച്ചത്. ആദ്യം കൂട്ടാളികൾ പോലീസിന് നേടി വെടിയുതിർക്കുകയായിരുന്നു. കൂടാതെ ഈ പത്താൻ മജ്രയും പോലീസിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. പിന്നീട് 2 SUV-കളിലായി വന്ന ഈ MLA രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇതിൽ ഒരു SUV, ഒരു കാറ് പോലീസ് തടഞ്ഞു നിർത്തി അതിനകത്തുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ MLA മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. MLAക്കായി പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. ഇതിൽ കേസിന്റെ ആധാരം ഒരു 45 വയസ്സുള്ള ഒരു സ്ത്രീയാണ് MLAക്കെതിരെ ഈ പീഡന പരാതി നൽകിയത്. ഇവർ വിവാഹമോചിതയാണ്. 2013 വിവാഹമോചിതയായ ഈ സ്ത്രീയും ഈ MLAയുമായി 2021 വിവാഹം കഴിച്ചിരുന്നു. ലുധിയാനയിലെ ഒരു ഗുരുദ്വാരയിൽ വെച്ചായിരുന്നു വിവാഹം കഴിച്ചത്. ആ വിവാഹത്തിന് ശേഷം അടുത്ത വർഷം ഇലക്ഷൻ നടന്നു. ഇലക്ഷനിൽ ഈ MLA വച്ച ഈ സത്യവാങ്മൂലത്തിൽ MLAയുടെ ആദ്യ ഭാര്യയുടെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഇരുവരും തമ്മിൽ തെറ്റിയത്. പിന്നീട് MLA തന്നെ ഈ സ്ത്രീയോട് പറഞ്ഞത് താൻ ആദ്യ ഭാര്യയെ വിവാഹമോചിതനാക്കിയതിന് ശേഷം ഈ സ്ത്രീയോടൊപ്പം ജീവിക്കും എന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ അത് പാലിക്കാത്തതിനെ തുടർന്നാണ് MLA പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി നൽകിയത്. അടുത്തിടെ ഈ ആം ആദ്മി MLA ആണ്. അടുത്തിടെ ഈ സർക്കാരുമായും MLA തെറ്റിയിരുന്നു. സർക്കാരിൻ്റെ ഇപ്പോൾ പ്രളയം നേരിടുന്ന പഞ്ചാബിൻ്റെ സർക്കാരിനെ ഈ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയും ഫേസ്ബുക്കിൽ ലൈവ് ഇടുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ സർക്കാർ തന്നെ വേട്ടയാടുന്നു എന്നായിരുന്നു ഈ അറസ്റ്റിന് തൊട്ട് മുൻപ് വരെ ഈ MLA പറഞ്ഞിരുന്നത്. മാത്രമല്ല തൻ്റെ ഗണ്ണുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥനെ പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. എന്തായാലും MLAക്കായി പോലീസ് ഇപ്പോൾ വലിയ രീതിയിൽ അന്വേഷണം നടത്തുകയാണ്. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അതിനാടകീയമായാണ് MLA പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.